എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഇടാനും മറക്കരുത് കേട്ടോ. ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാഗസൈരന്ത്രി ദേവി എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ അവരെ ദേവി എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ശരിക്കും ദിവ്യ എന്നാണ് അവരുടെ പേര്, ദിവ്യ കുളക്കട. നമ്മൾ പണ്ട് കാലം തൊട്ടേ അവരുടെ വീഡിയോസ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ആളാണ്. ഇവരുടെ ചെറുപ്പകാലത്തിൽ കാണാൻ നല്ല സുന്ദരിയായിട്ടുള്ള സ്ത്രീയായിരുന്നു. പിന്നീട് എന്താണ് ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ മൂലവും ഒക്കെ ഇവര് എന്തോ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. പക്ഷെ എന്തായാലും നല്ല ഒരു സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ തന്നെയായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവർ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പലരും ആ ഒരു സമയത്തൊക്കെ ഇവരുടെ വീഡിയോയുടെ താഴെയൊക്കെ വന്നിട്ട് ഇവർക്ക് ഇവരുടെ കാലിൽ ചങ്ങലയുണ്ടോ, കാലിൽ തുടലുണ്ടോ, അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ കമന്റ് ഇടുമായിരുന്നു. ആ ഒരു സമയത്തൊക്കെ അതിനെതിരെ വളരെ സ്ട്രോങ് ആയിട്ട് പച്ചത്തെറി വിളിച്ചിട്ട് നാഗ രംഗത്ത് വരുമായിരുന്നു. ഇപ്പോഴാണ് ആ ഒരു സമയത്തെ അവരെ സ്വയം നാഗസൈരന്ത്രി എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും നാഗ എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷെ അവരുടെ പേര് ദിവ്യ എന്നാണ്, ദിവ്യ കുളക്കട. ഇവരെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ ഉള്ള നല്ല അറിവുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. പിന്നീട് ഇവർക്ക് ശരിക്കും അവരുടെ പഴയ വീഡിയോകൾ തൊട്ട് കണ്ടിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം ഇവർക്ക് സ്വല്പം ഡിപ്രഷനോ മറ്റോ ഉള്ള ഒരു ആളാണ്. പക്ഷേ ഇവര് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ അവരെ എല്ലാവരും ദേവിയാക്കി വെച്ചിരിക്കുകയാണ്. ശരിക്കും അതിൻ്റെ കൂടെ എനിക്ക് 1% പോലും യോജിപ്പില്ലാത്തൊരു കാര്യമാണ്. ഇവരെന്ന് പറയുന്നത് ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, ആർക്കും ഒരു ശല്യവും ഇല്ല. ഒരുപാട് ആളുകൾക്ക് അവരെ വളരെ ഇഷ്ടമാണ്. ഞാൻ ഈ പറയുന്ന എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഈ പറയുന്ന ദിവ്യ. ഇവരെ പക്ഷേ പല ആളുകളും ഒരു കോമാളി ആക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമ്മളിപ്പോ ഈ അടുത്ത സമയത്ത് നമ്മൾ കണ്ടതാണ് ഒരു ചണ്ടാള ഭിക്ഷുകിയ ഏതോ ഒരുത്തനുണ്ടല്ലോ, ആ ഒരു പുള്ളിക്കാരനും ഇവര് എല്ലാരും കൂടി ചേർന്നിട്ട് കുറെ എണ്ണം ഒത്തുചേർന്ന ഒരു പാർട്ടിയോ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഈ പറയുന്ന നാഗ വന്നതും അവിടെ വെച്ചിട്ട് സംസാരിച്ച ആ ഒരു കാര്യം, അതായത് ബാബുസ്വാമിയുടെ ഡാൻസിനെ പറ്റിയിട്ടൊക്കെ ചർച്ച ചെയ്തതൊക്കെ നമ്മൾ കണ്ടു. ആ ഒരു ഡയലോഗ് ഇന്നും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. അപ്പോൾ ഇപ്പൊ മാത്രമല്ല, ഇതിനു മുമ്പ് തുപ്പും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള ഡയലോഗുകളൊക്കെ നാഗയുടെ വായിൽ നിന്ന് വരുന്നതൊക്കെ കൂടുതലായിട്ടും പിന്നീട് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ വൈറലാവുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു വീഡിയോ കണ്ടതെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി പറയുന്ന ഒരു കാര്യമാണ്. പുള്ളിക്കാരത്തിയുടെ ചോദിക്കുന്നതെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിക്ക് ആരാവാനാണ് താല്പര്യം എന്നുള്ള പറയുമ്പോഴത്തേക്ക് പുള്ളിക്കാരത്തിക്ക് മനഃശാസ്ത്രജ്ഞ ആവാനാണ് താല്പര്യം. പക്ഷേ അതിവിടെയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതായത് മനഃശാസ്ത്രം പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിവിടെയൊന്നും ഇല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് പഠിക്കാൻ പറ്റിയില്ല എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അപ്പൊ പുള്ളിക്കാരത്തിയോട് ചോദിക്കുന്ന അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ അതിവിടെയൊന്നും ഇല്ല എന്ന് തോന്നുന്നു എന്നാണ് അവർ പറയുന്നത്. അതിനുശേഷം അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇനി മനഃശാസ്ത്രം പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കുട്ടി, അതായത് പുള്ളിക്കാരത്തിക്ക് മനഃശാസ്ത്രമൊക്കെ അറിയാം, ഇനി പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. എനിക്കിനി അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല കുട്ടി, ഞാൻ മനസ്സിനെ കണ്ടെത്തി കഴിഞ്ഞു എന്നാണ് ഈ പറയുന്ന ദിവ്യ പറയുന്നത്. അതായത് നമ്മുടെ പ്രിയപ്പെട്ട നാഗ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മനഃശാസ്ത്രം പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന സമയത്ത് പഠിക്കാൻ സാധിച്ചില്ല, കാരണം അതിവിടെയൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഇനിയിപ്പോൾ അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, പുള്ളിക്കാരത്തി മനസ്സിനെ കണ്ടെത്തി കഴിഞ്ഞു എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അപ്പോൾ ഉടനെ തന്നെ അടുത്തിരിക്കുന്ന ആള്, പുള്ളിക്കാരനെ നമുക്കറിയാം, നമ്മൾ കോമഡി സ്റ്റാറിലൊക്കെ സ്ഥിരം കാണുന്ന ഒരു ആളാണ്. അപ്പോൾ അയാളുടെ പേരറിയില്ല, അതുകൊണ്ടാണ് പേര് പറയാത്തത്. അപ്പോൾ അയാൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്നാൽ ഈ അടുത്തിരിക്കുന്ന മഹാബലിയുടെ മനസ്സിൽ എന്താണെന്ന് ഒന്ന് പറയാനായിട്ട് ചോദിക്കുകയാണ് പുള്ളിക്കാരത്തിയോട്. അപ്പോൾ നമ്മുടെ നാഗ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ അത് പറയാനൊന്നും കഴിയില്ല. പിന്നെ ഞാൻ കണ്ടെത്തിയ, അതായത് പുള്ളിക്കാരത്തി കണ്ടെത്തിയ മനഃശാസ്ത്രം വെച്ചിട്ടാണെങ്കിൽ ഈ പറയുന്ന മഹാബലിയുടെ മനസ്സിലുള്ളത് എന്താണെന്നുള്ള കാര്യം മഹാബലി തന്നെ തുറന്നു പറയുകയാണെങ്കിൽ മാത്രമേ അത് ഈ പറയുന്ന പുള്ളിക്കാരത്തിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതാണ് അവർ കണ്ടെത്തിയ മനഃശാസ്ത്രം, അങ്ങനെയാണ് അവർ പറയുന്നത്. എന്നിട്ട് നമ്മുടെ നാഗ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ പഠിച്ചെടുത്ത അറിവ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതായത് മറ്റുള്ള മനഃശാസ്ത്രജ്ഞരൊക്കെ എന്ന് വെച്ചാൽ അവർ പഠിച്ചെടുത്ത അറിവും പിന്നീട് അവരുടേതായിട്ടുള്ള ചിന്തകളിൽ നിന്ന് വരുന്ന അറിവുമാണ് അവർ പറയുന്നത് എന്നാണ് നാഗ പറയുന്നത്. അപ്പോൾ ഉടനെ തന്നെ ആ ഒരു പുള്ളിക്കാരൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇത്രയും കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്ന നാഗയ്ക്ക് ഒരാളുടെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നാഗ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ നിയന്ത്രിക്കാനൊന്നും പറ്റത്തില്ല, ഞാൻ അങ്ങനെ നിയന്ത്രിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. പുള്ളിക്കാരത്തിക്ക് നിയന്ത്രിക്കാനായിട്ട് ഇഷ്ടമല്ല, ആരുടെയും മനസ്സിനെ അവർ നിയന്ത്രിക്കില്ല എന്നാണ് ഈ പറയുന്ന നാഗ പറയുന്നത്. ശരിക്കും ഈ ഒരു നാഗസൈരന്ത്രി എന്ന് എല്ലാവരും സ്നേഹത്തോടു കൂടി വിളിക്കുന്ന ഈ ഒരു ദിവ്യ അവർക്ക് ഒരു കഴിവുള്ള ഒരു വ്യക്തിയല്ല. ശരിക്കും പറയുകയാണെങ്കിൽ അവർ ആളൊരു പാവമാണ്, വെറും പാവമാണ്. ശരിക്കും അവരുടെ പഴയ കാല വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ള ഒരു ആള് എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും പഴയ വീഡിയോകളൊന്നും ഇപ്പോൾ കാണാനായിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരുപാട് തപ്പി, ഏറ്റവും പഴയ വീഡിയോകളൊന്നും
ഒന്നും കാണാനായിട്ടില്ല. എന്നാൽ ഇടയ്ക്ക് ഉള്ള കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് ദൈവികമായിട്ടുള്ള ഒരു കഴിവുള്ളതല്ല. അവരെ ഒരിക്കലും ഒരു ആൾദൈവം എന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള മെന്റൽ പ്രശ്നമുള്ള ഒരു വ്യക്തി തന്നെയാണ്. പണ്ടൊക്കെയുള്ള അവരുടെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർ മെഡിസിനൊക്കെ കഴിച്ചിട്ട് കണ്ണു അടച്ച് ഉറക്കം തൂങ്ങി ഇരുന്ന് നാവ് പോലും ശരിക്കും വഴങ്ങാത്ത രീതിയിൽ സംസാരിക്കുന്ന വീഡിയോസ് ഒക്കെ അന്നൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ആ ഒരു സമയത്തൊക്കെ ഇവർ കഞ്ചാവ് അടിച്ചിട്ടിരിക്കുന്നു, കഞ്ചാവ് അടിച്ച് കിറങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കമന്റുകളിലൊക്കെ വന്നിട്ട് ആ പാവത്തിനെ അധിക്ഷേപിക്കാറുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടം തൊട്ടേ ഞാൻ ഇവരുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടംപോലെ കാണാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുപാടൊന്നും കാണാനായിട്ട് സമയം കിട്ടാറില്ല, അതുകൊണ്ട് കാണാറുമില്ല. പക്ഷേ അവരെന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ശല്യവും ചെയ്യുന്ന വ്യക്തിയല്ല, ആർക്കും ഒരു ദ്രോഹമല്ല. അവരെ കമന്റ് ബോക്സിൽ വന്നിട്ട് അവരെ തെറി പറയുകയാണെങ്കിൽ അവരത് തിരിച്ചു പറയും. പക്ഷേ മറ്റുള്ള ഇന്ന് നമ്മൾ കാണുന്നതാണ് സോഷ്യൽ മീഡിയയിൽ പല വ്യക്തികളും ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ അവരുടെ നമ്പർ അങ്ങ് കൊടുക്കും, വാട്സപ്പ് നമ്പർ കൊടുക്കും. അപ്പോൾ ഓരോ ഞരമ്പന്മാർ ഇവരെ വിളിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, ഈ പെണ്ണുങ്ങൾ അവരുമായിട്ട് നല്ല രീതിയിൽ സംസാരിച്ചിട്ട് അവന്മാർ പറയുന്നതെല്ലാം ഇങ്ങ് റെക്കോർഡ് ചെയ്തെടുത്തിട്ട് ആ ഒരു സബ്ജക്റ്റ് കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് അതൊരു വീഡിയോ ആക്കിയിടും. അങ്ങനെയാണ് ഇന്ന് പല പെണ്ണുങ്ങളും കാണിക്കുന്ന തെമ്മാടിത്തരം എന്ന് പറയുന്നത്. കേൾക്കാനുള്ളതെല്ലാം കേട്ട് പിടിച്ചെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വീഡിയോ ആക്കി ഇടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ലൊരു തമ്പനയിലൂടെ കൊടുക്കും. അപ്പോഴത്തേക്ക് ആ ഒരു വീഡിയോ നന്നായിട്ട് ഓടും. എന്നാൽ ഈ നാറികൾ അറിയുന്നില്ല. അത് മാത്രമല്ല, കണ്ട പെണ്ണുങ്ങളെ നമ്പറിലേക്കൊക്കെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ഇവന്മാർ ചെയ്യുന്നതും വെറും ചെറ്റത്തരം തന്നെയാണ്. പക്ഷെ ആ ഒരു വിഷയം പറയുമ്പോഴത്തേക്ക് നാഗയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നാഗയെ വിളിക്കുന്ന തെറി കമന്റുകൾ, ആ കമന്റുകൾ ലൈവിലൊക്കെ വരുമ്പോൾ ഇടുന്ന ബാഡ് കമന്റുകൾ എടുത്തു വെച്ചിട്ട് അവർ വളരെ നർമ്മത്തിൽ ചാലിച്ച രീതിയിലാണ് അവർ റിയാക്ട് ചെയ്യുന്നത്. അവർ തെറി നന്നായിട്ട് പറയും. പക്ഷെ ആ ഒരു തെറി കേട്ട് കഴിഞ്ഞാൽ ആരും ചൂളി പോകത്തൊന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പറയുന്ന വാക്കുകൾക്കും ഒരു താളബോധമുണ്ട്. അവർ പറയുന്നതിന്, അവർ സംസാരിക്കുന്നതിനൊക്കെ ഒരു നമുക്ക് കേട്ട് കഴിഞ്ഞാൽ ആർക്കും തെറിയാണ് പറയുന്നതെങ്കിൽ പോലും അതൊരു അരോചകമായിട്ട് ആർക്കും തോന്നാറില്ല. ഇവരെ ഇപ്പോൾ ദേവിയായിട്ട് വെച്ചിരിക്കുകയും സന്യാസിനിയായിട്ട്, അതായത് ആൾദൈവമായിട്ടൊക്കെ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ശരിക്കും വിഷമമാണ് എനിക്ക് തോന്നാറുള്ളത്. കാരണം എന്തിനു വേണ്ടിയിട്ടാണ്? പക്ഷേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. കുറേ കാലം കൊണ്ട് ഇവരിങ്ങനെ തന്നെയാണ്. ഇവരുടെ പാരൻസ് ഒക്കെ, ഇവരുടെ ഒരു അമ്മയെ മുമ്പൊക്കെ വീഡിയോകളിൽ കാണാറുണ്ടായിരുന്നു. ഇവരെ പൂജകളൊക്കെ ചെയ്യുന്നത്, ഇവരെ ഒരിടത്ത് ഇരുത്തിയിട്ട് ഇവരെ പൂജയൊക്കെ ചെയ്യുന്നതിൻ്റെയൊക്കെ കാണാറുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവർ ആ ഒരു രീതിയിലായിപ്പോയി. പക്ഷേ അതിനെ കുറേ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ എടുത്തിട്ട് ദേവി എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും കഷ്ടമാണ് തോന്നുന്നത്. അതിന്റെ ആവശ്യം എന്താണ്? ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ അവരെന്താണെന്ന്? അവർ ഒരിക്കലും ഒരു ദൈവമല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ചും ആൾദൈവം എന്ന് പറയുന്നൊരു സംഭവത്തിനെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആൾദൈവത്തിനോട് യാതൊരുവിധ താല്പര്യമുള്ളൊരു വ്യക്തിയല്ല ഞാൻ. ആൾദൈവം എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ 2026 ആൾദൈവത്തിന് ഒരു കുറവുമില്ല. അത് മാത്രം ഇങ്ങനെ വളമിടാതെ ഇങ്ങനെ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ പുതിയൊരു ആൾദൈവം കൂടി ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതിന്റെ ഒരു വിത്ത് ഇട്ടിട്ടുണ്ട് ഒരിടത്ത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ദൈവമായോ? ഇങ്ങനെയൊക്കെ ആരാധിക്കുന്ന വീഡിയോ കോൾ ചെയ്യണം, വീഡിയോ കോൾ ചെയ്യണം. അപ്പം വേറെ കമന്റ് ഇട്ടേക്കുന്നത് ഇത് രേണുവിന്റെ വേറെ അക്കൗണ്ടാണ്. അപ്പത്തേനും ഇവൻ ഒറിജിനൽ അവൻ വന്നിട്ട് പറഞ്ഞു, ഒരിക്കലുമല്ല ഞാൻ ദേവിയുടെ എനിക്ക് അറിയത്തില്ല, ഇനിയിപ്പോ പറയാൻ പറ്റുന്നത് എല്ലാരും ദേവിയാകൊക്കെ അല്ലേ. ചിലപ്പോ ഒരു രേണുവിനെ പോലെ ഒരു ചിലപ്പോ ദൈവമായോ? ഭാവിയിലെ ആൾദൈവമായി മാറാനായിട്ട് നമ്മുടെ പാവം കുട്ടിയും കൂടി തയ്യാറെടുക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാവുന്നത്. അതായത് പാവംകുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പാവംകുട്ടിക്ക് വാട്സപ്പിൽ വരുന്ന കമന്റുകളിൽ അമ്മയെ ദേവി എന്നൊക്കെ പറഞ്ഞിട്ട് തൊഴുതുകൊണ്ട് പുള്ളിക്കാരത്തി അമ്മയാണ്, ദേവിയാണ്, ദൈവമാണ് എന്നൊക്കെ പറഞ്ഞിട്ടിടുന്ന കമന്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കമന്റിന്റെ അടിയിൽ വന്നിട്ട് ഈ പുള്ളിക്കാരത്തിയുടെ തന്നെ മറ്റൊരു ഐഡിയിൽ നിന്നാണ് പുള്ളിക്കാരത്തി ഇങ്ങനെ കമന്റ് പുള്ളിക്കാരത്തി സ്വന്തമായിട്ട് ഇടുന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ വന്നിട്ട് മറു കമന്റ് ഇടുമ്പോഴത്തേക്ക് അതിനെ റീപ്ലൈ ആയിട്ട് ഈ ഒരു ഇടുന്ന വ്യക്തി പറയുന്നതെന്ന് വെച്ചാൽ, അല്ല അങ്ങനെയല്ല, ഞാൻ മറ്റൊരാളാണ്, പക്ഷെ അവർ ദേവിയാണ്, അവരെ കാണുമ്പോൾ അങ്ങനെയാണ് ദൈവമായിട്ടാണ് തോന്നുന്നത് എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു പറഞ്ഞ വ്യക്തിക്കെന്ന് പറഞ്ഞാൽ ഒരു പിരി ലൂസായി കിടക്കുന്ന ആളാണെന്ന് തോന്നുന്നു. അത് അങ്ങനെ തന്നെ പറയണം. കാരണം ഈ പറയുന്ന പാവപ്പെട്ട കുട്ടി, ഈ ഒരു പാവം പെൺകുട്ടി ദേവിയാണെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും കിളിപോയ കേസാവാനാണ് ചാൻസ്. അതല്ലെന്നുണ്ടെങ്കിൽ വല്ല MDMA അതുപോലെ അല്ലെങ്കിൽ അതിനും മീതെയുള്ള എന്തെങ്കിലും സാധനം അടിച്ച് കിറങ്ങിയിരിക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു പുള്ളിക്കാരത്തിയുടെ റീൽസും സംഭവങ്ങളും ഒക്കെ കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പുള്ളിക്കാരത്തി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി ഭാവിയിൽ ദേവി ആവാൻ അങ്ങനെ വല്ല ചാൻസും ഉണ്ടോ എന്തോ, ഇനി അമ്പലമൊക്കെ പണിയാനുള്ള ആ ഒരു ഇത് ഉണ്ടോ എന്തോ എന്നുള്ള രീതി പുള്ളിക്കാരത്തി പറഞ്ഞു വെക്കുന്നുണ്ട്.
അപ്പോൾ അവിടെ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയിടെ ഈ ഒരു പാവം കുട്ടിയെ ദേവി ആവുന്നത് എങ്ങനെയാണ്? അതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് വെച്ചാൽ. കാരണം ദേവി ആവണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരത്തി ഹിന്ദു ആവണ്ടേ? ഹിന്ദു ആയാലല്ലേ പുള്ളിക്കാരത്തിക്ക് ദേവി ആവാൻ പറ്റത്തുള്ളൂ. പുള്ളിക്കാരത്തി അപ്പോൾ ക്രിസ്ത്യാനിയാണ്, പുള്ളിക്കാരത്തി ക്രിസ്ത്യാനിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരത്തിയുടെ ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തെ ക്രിസ്ത്യൻ പള്ളിയിലാണ് അടക്കം ചെയ്തത്. അദ്ദേഹം ഒരു ഹിന്ദു ആയിട്ട് അദ്ദേഹം മതം മാറാതെ ഇരുന്ന സാഹചര്യത്തിൽ പോലും. അപ്പോൾ ഈ ഹിന്ദു അല്ലാത്ത ക്രിസ്ത്യാനി ആയിട്ടുള്ള രേണു എന്ന് പറയുന്ന പാവം കുട്ടി എങ്ങനെയാണ് ദേവിയായി മാറുന്നത്? കന്യാമറിയമായിട്ട് മാറുമെന്നോ അല്ലെങ്കിൽ യേശുക്രിസ്തു ആണാണല്ലോ, അതുകൊണ്ട് യേശുക്രിസ്തു ആയിട്ട് മാറാനായിട്ട് സാധിക്കുമോ? എന്തായാലും ഇതിനെ പറ്റിയിട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. ഇനി ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ ആൾദൈവമായിട്ട് മാറുമ്പോൾ അവർക്കിടുന്ന പേരുകൾ എന്താണ്? ഇനി മറിയ എന്നാണോ, ഇനി എന്താണെന്ന് അറിയില്ല. അപ്പോൾ അത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണം. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നിടത്തോളം ക്രിസ്ത്യാനി ആയിട്ടുള്ള രേണു എന്തായാലും ദേവി ആവാനൊന്നും പോകുന്നില്ല. ദേവി എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളെ ഒരു ഇതാണ് ദേവി എന്ന് പറയുന്നത്, ദൈവം. ശരിക്കും ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേവിമാരെയൊക്കെ ഭയങ്കര പുച്ഛത്തോടു കൂടി സംസാരിക്കുന്ന ആളുകളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, റിയലായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഇനി യേശു ആവാനുള്ള ചാൻസ് ഉണ്ടെന്നാണോ എന്തോ ഉദ്ദേശിക്കുന്നത്? അതേ ഇനി ഭാവിയിൽ പാസ്റ്ററായി മാറാനെങ്ങാനും ഇനി ഈ പറയുന്ന പാവം കുട്ടിക്ക് യോഗം ഉണ്ടോ എന്തോ, അതിന് ചിലപ്പോൾ ചാൻസ് ഉണ്ടായിരിക്കും കേട്ടോ. പാസ്റ്റർ ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം പല പാസ്റ്റർമാരും തട്ടിപ്പുകളൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണെന്ന്. എന്ന് കരുതി ഈ പാവം കുട്ടി പാസ്റ്ററായി കഴിയുമ്പോഴത്തേക്ക് ഒരിക്കലും തട്ടിപ്പൊന്നും നടത്തില്ല. അത് നമുക്ക് 100% ഉറപ്പുണ്ട്. കാരണം അത്രമേൽ പാവമാണ് ഈ ഒരു കുട്ടി, അത്രയ്ക്ക് പാവം കുട്ടിയാണ്. അതുകൊണ്ട് ഈ ഒരു കുട്ടി ഒരിക്കലും പാസ്റ്ററായി കഴിഞ്ഞാൽ സമൂഹത്തെ വഞ്ചിക്കില്ല. വളരെ സത്യസന്ധമായി തന്നെ ഈ ഒരു കുട്ടി ആത്മീയതയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും എന്ന് നമുക്ക് തീർച്ചയുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്തേക്കുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.